നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഞാൻ മീഡിയയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ലാംഗ്വേജിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ കൊളോക്കിയൽ ഭാഷ സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷേ ബ്രോക്ക് ഇപ്പോഴും വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മീഡിയ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുമ്പോഴും ആ ലാംഗ്വേജ് തന്നെ തുടരാൻ പറ്റുന്നുണ്ട്. അത് ഇതിനകത്തൊരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് കൂടെയാണ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇല്ല. ഞാൻ ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയ പാട് നമ്മളൊരു യാത്രയെല്ലാം പോയിട്ടുണ്ടായി. എനിക്ക് ഫാമിലി വ്ളോഗ് എന്നല്ല, അന്നേരം എൻ്റെ ഒരുപാട് പേര് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളെ കണ്ണൂർ ഭാഷ ഭയങ്കര സ്പീഡാണ് നമ്മൾ സംസാരിക്കുക. ഇട അങ്ങനെ വേഗം പറയുമ്പോൾ കുറേ ആൾക്ക് മനസ്സിലാകുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ മനസ്സിലാത്ത ഒരു കമൻറ്റ് ചെയ്യാൻ മനസ്സിലാകുന്നില്ല എനിക്ക്. പക്ഷേ നമ്മൾ ആ പോയ സമയത്ത് ഞാനിങ്ങനെ സ്വയം മാറ്റാം എന്നുള്ളൊന്ന് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചാനലുകളെ ഈ യൂട്യൂബിലെല്ലാം ഞാൻ എടുത്ത് കണ്ടു. അപ്പോൾ കുറേ ഒരു ഹലോ ഗേസ് എന്നുള്ളൊരു ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആദ്യ കാലത്തിൽ ഞാൻ കുറേ വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കും ഇത് ലൈവ് വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് അതുപോലെ ചെയ്യാമെന്നുള്ള ഡിസിഷനിൽ ഞാനിങ്ങനെ പറയും ഹലോ ഇങ്ങനെ മറ്റു ഭയങ്കര വേഗത്തിൽ. അത് പറയുന്ന തെറ്റല്ല കേട്ടോ, നല്ലത്. അവർക്കത് ആകുന്നില്ല. എനിക്ക് അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് ചെയ്തോളൂ. അവർ ഇത്രമാത്രം ഓരോരോ ആൾക്കാരോ ഇതിന് വേണ്ടി പണിയെടുക്കുന്നത്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റാത്തത് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ കുറേ വട്ടം ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ ഭാഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അക്ഷരവും വളരെ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ ഇവിടെയാണ് പോകുന്നത് എന്നെല്ലാം പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് പറയാൻ പറ്റുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല എനിക്കിത്. വേഗം പറയുമ്പോൾ നമ്മളത് പറഞ്ഞു പോകാം. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം നമ്മൾ വൈഫെന്നെ പറഞ്ഞു അതെല്ലാം അവരതെല്ലാം ചെയ്യാൻ അവരുണ്ട്, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഇതും പറയലൊന്നും നടക്കൂല. യാത്ര പോകുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു എടാ അത് ഇങ്ങനെ നാടകം പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നീ ഇങ്ങനെ ഭയങ്കര ഒച്ചത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ വേഗം പറയാൻ വേണം. അത് ശരിക്കും പറഞ്ഞാൽ അന്നേരം അഭിനയിച്ചു. ഇപ്പം പിന്നെ അതിന് ശേഷം ഞാൻ നമ്മളെ വീട്ടിലെ പിന്നെ വേറെ ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മളായിട്ട് തന്നെ നാട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറേ വാക്കുകളിൽ ആൾക്കാർക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എനിക്ക്. പക്ഷേ നമ്മൾ മാറ്റാൻ നോക്കിയാലുണ്ടല്ലോ നമുക്ക് ഇനിയൊന്നും പറയാൻ കിട്ടില്ല. അതതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ പോലെ തന്നെ വിഷയം പറയുന്നു. ഈ ഭാര്യ പറഞ്ഞുവെങ്കിലും ശരിക്കും എക്സാക്ട് എവിടെ നിന്നാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്? റെസ്പോൺസ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണ് കൂടുതൽ പേര് പറഞ്ഞത് എടാ എന്താടാ നീ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര സ്പീഡ്. ഒന്നാമത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഉള്ളോട്ടില്ല ഭാഷയല്ലേ. അപ്പോൾ ഇതിങ്ങനെയല്ല പറയേണ്ടത്. നീ 1-2 ചാനൽ, ഇവരുടെ പേര് പറയുന്നില്ല, ചാനൽ അയച്ചു തന്നു. എന്താ ഇവരെല്ലാം വീഡിയോ നോക്കി നീ പഠിക്കുമെന്ന് പറഞ്ഞു. അതിൽ 1-2 ആൾക്കാർ ഭയങ്കര സൗണ്ടായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായത്. അപ്പോൾ ഞാൻ കരുതി അതായിരിക്കും ബെറ്റർ എന്നിട്ട് അത് സെലക്ട് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ അത് ചെയ്യാൻ അവരുണ്ട്. എൻ്റെ സബ്സ്ക്രൈബറായിട്ട് നമ്മളെ യൂട്യൂബ് ഫാമിലിയുള്ളൊരു പുള്ളിക്കാരൻ തന്നെ എൻ്റെ ഒരു മെസ്സേജ് അയച്ചു പറഞ്ഞു ബിജു ബ്രോ അവരതെല്ലാം അവർ പറയും, നിങ്ങളത് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഞാൻ എൻ്റെ വൈഫോട് സംസാരിക്കുമ്പോൾ ഓളും പറഞ്ഞു അതെ ശരിയാണ്. ഞാൻ സുഹൃത്തുക്കളും പറഞ്ഞു എടാ നമ്മൾ പറയുന്ന നമ്മളായിട്ട് പോകില്ലേ. പിന്നെ അത് അവർ പറയണ്ടേ നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വർത്താനം അതുപോലെ ആയാലേ നമ്മളല്ലാണ്ടായി പോലേന്ന്. ഈ യൂട്യൂബുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് അഡ്വൈസ് ഒക്കെ കിട്ടുമല്ലോ. നോർമലി തന്നെ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരാളാണ് ബിജു എന്ന് പറയുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അവരുടെ പ്രതിനിധികൾ? ഞാൻ സിഇഒനെ യൂട്യൂബിൻ്റെ അവരെ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ആ പ്ലാറ്റിനം അവാർഡ് കിട്ടി. വളരെ സന്തോഷമാണ്. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ആർക്കും ഞങ്ങൾക്ക് ചിന്തിച്ചിട്ടേ കാര്യം. അത് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തന്നെ അവർ ഒരുപാട് അമീർ ഖാനിലുണ്ടായിരുന്നു പുള്ളി കൂടാൻ പോകും. അവർ ഭയങ്കര സെക്യൂരിറ്റിയിലാണ് അവരെ പരിപാടി. അപ്പോൾ അതിനുള്ളിൽ പോകുന്നതിൽ നമുക്ക് ഇതുണ്ട് ഇത്ര ടൈം, ഇത്ര 3 മിനിറ്റ്, ഇത്ര ഇതിനുള്ളിൽ ഇന്ന് പറയണമെന്നുള്ള പറ്റി ഞങ്ങൾ പുറത്തുനിന്ന് അവർ സംസാരിച്ച് ഇങ്ങനെ. ഇത് 50 മില്യൺ ആയപ്പോൾ പോയതാണോ? അതെ. ഇന്നത് ഇങ്ങനെ പറയണം, ഇങ്ങനെ നമ്മൾ പറയുന്നതിന് വരെ അത് അപ്പോൾ നമ്മൾ ഇറങ്ങണം അവിടുന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് വേറെ ഭാഷയൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ മലയാളം എല്ലാം അറിയും. അപ്പോൾ ഞാൻ ഒരു മുണ്ടെടുത്തിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ അയാൾ കണ്ടപ്പോൾ തന്നെ അവർ നമ്മളടുത്ത് ഭയങ്കര ഇരിക്കുമെന്നെല്ലാം പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇവർ പറയുന്നതെല്ലാം പുള്ളി എനിക്ക് മലയാളത്തിൽ പറഞ്ഞു, ഞാനും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് ഞാൻ ബസ്സിൽ ഞാൻ അന്ന് ഇട്ട വീഡിയോ, അന്ന് വൈകുന്നേരം 7 മണിക്ക് ഇട്ട വീഡിയോ, ഡെയിലിയാണ് ഞങ്ങളെ വീഡിയോ. അന്ന് ഇട്ട വീഡിയോ ഞാൻ ബസ് ഡ്രൈവറായിട്ട് ബസ്സിൽ പണിയെടുക്കുന്നത്. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ സമയത്ത് ഞങ്ങൾ നാട്ടിൽ ബസ് ഓട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് നമ്മൾ അവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ പുള്ളി ഇത് നിങ്ങളാണോ, ഇത് ആരെല്ലാം എടുക്കുന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ അവരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഞാൻ തന്നെയാണ് ഇതിൻ്റെ, അങ്ങനെ അവർ പറഞ്ഞു ഇവൻ തന്നെയാണ് ഇത് ചെയ്യുന്നതും, ക്യാമറ, കഥ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഇവർ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഇതായി. പുള്ളി പറഞ്ഞു എത്ര വീഡിയോ ഇടുന്ന വെച്ചാൽ 60 വീഡിയോളം മാസം 60 വീഡിയോ ഇടുന്നുണ്ട്. ആ പുള്ളിക്ക് ഭയങ്കര ഒറ്റൊരാളാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അവർ പറഞ്ഞു കൊടുത്ത് അവർ ഒരാളിനെ ചെയ്യുന്നത്, എല്ലാ കണ്ടൻറ്റെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കൈയറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം ഉണ്ടായി. അവർ കുറച്ച് സമയം സംസാരിച്ച് 3 മിനിറ്റാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു 20-25 മിനിറ്റോളം അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു. അമേരിക്കയിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, പുള്ളി പറഞ്ഞപ്പോൾ കൈവന്നിട്ടു അമേരിക്കയിലേക്ക് പോകണമെന്നാണ് പുള്ളിക്കെൻ്റെ ആഗ്രഹം. പിന്നെ പുള്ളി ചെയ്ത ഞങ്ങളെ കൂടെ അതുൽ ബ്രോ എന്നിട്ടുള്ള ബ്രോ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി നമ്മളെ കേരളത്തിൽ യൂട്യൂബിൻ്റെ എല്ലാം കണക്ട് ചെയ്യുന്ന പോലെ പുള്ളീൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് അമേരിക്ക പോകണം അങ്ങനെ താല്പര്യമുണ്ട്. എനിക്കറിയില്ല
അപ്പോൾ മിസ്റ്റർ ബീസ്റ്റിനെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പോകാം. പിന്നെ നമ്മളെ കാണുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മുണ്ടെടുത്തിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് ആരും ഇട്ടിട്ടില്ല. ഞാനിങ്ങനെ പോകുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നുണ്ടായി ഇത് മുണ്ടെടുത്തിട്ട്. എനിക്കിത് ഉടുത്ത് പോയതുകൊണ്ട് ഇനി ഇത് ഉടുത്ത് അയച്ചു വെക്കണോ തലയെ കെട്ടണോ തിരിയാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. എനിക്ക് ഒന്നും തിരിയുന്നില്ല, ആ കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയ പുള്ളി നല്ല സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ വീഡിയോ ഇടുന്നതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മളിങ്ങനെ ഒരുപാട് ഇടുമ്പോൾ സത്യം പറഞ്ഞിട്ട് ഇതെല്ലാം പറ്റുള്ളൂ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ ഇതെല്ലാം നര വന്നത്. അപ്പോൾ അത്ര അതിനുള്ളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അത് നമ്മളിപ്പോൾ പുള്ളിയെ സംസാരിക്കാൻ പറ്റി, പുള്ളിൻ്റെ നേരിട്ട് വാങ്ങാൻ പറ്റി, കുറച്ച് സമയം ചിലവഴിക്കാൻ ഫോട്ടോ എടുക്കാനെല്ലാം പറ്റി. അവർ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ യൂട്യൂബിൽ നമ്മൾ പണ്ടൊന്നും നമുക്ക് ഈ ടോർച്ച് ലൈറ്റിലെ ഫോൺ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയില്ലോ. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും ചെങ്ങായിമാർ എപ്പോഴും യൂട്യൂബിൽ വീഡിയോ ആണെന്ന് നമ്മൾ കാണാൻ പറ്റിയില്ലോ. എനിക്ക് യൂട്യൂബ് വന്നാന്നോ ഇത് ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്നോ ഇത് വർക്ക് ചെയ്യുന്നത് ആളെ വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഞാൻ ഇതിൻ്റെ ഒരു CEO പോലത്തെ ഒരാളെ ഉണ്ട് എന്നും അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കാണാൻ പറ്റും നിങ്ങളെ പറ്റുമോ പറയുമ്പോൾ എനിക്ക് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ്. അതിൽ സന്തോഷമുണ്ട്, അത്ഭുതമുണ്ട്. എല്ലാവരെ പോലെ ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടും. ഈ 50 മില്യൺ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോഴും അത്ഭുതമാണ്. ഇപ്പോൾ നിങ്ങൾ 6,74,000,000 ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഗർ എന്ന് പറയുന്നത്, ഈ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ശരിക്കും അത് ഞാനൊക്കെ അറിയില്ല. അത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരാൾ പറയുമ്പോൾ നമ്മളതിൽ വിചാരിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മളായിട്ട് തന്നെ അന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് അവർ നമ്മുടെ ചാനലിനെ കണ്ടത്? അവരെൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ അടുത്ത് കുറേ അവർ ഓൾറെഡി യൂട്യൂബിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായി. യൂട്യൂബ് തന്നെ ചെയ്തത്, നമ്മളാണ് ചെയ്തത്. ഞാൻ ഒരാളും കൂടി ചെയ്തു, ചട്ടമ്പീസിലെ ആനിയും. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ അതിൻ്റെ ഒരു ഇതിന് വിളിച്ചു. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഇത്രമാത്രം എന്താണെന്ന് പറയാം. ഞങ്ങളാണ് പോയി ചെയ്തത്. അത് എന്നിട്ട് എൻ്റെ അടുത്ത് അവർ ഇനി പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ച് ചോദ്യങ്ങൾ. അവർ ഇംഗ്ലീഷിലാണ്, പിന്നെ അവർ മലയാളം പറയാൻ ആളുണ്ട്. ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വൈറലാകുന്നത്, എന്താണ് അതിൻ്റെ ട്രിക്ക്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള പുള്ളി ചോദിച്ചിട്ടുണ്ടായി. ഞാൻ എല്ലാവർക്കും ഏത് പണിയിലായാലും ഒരു ഇതുണ്ടാവുമല്ലോ. അത് ഞാനിങ്ങനെ അവരടുത്ത് പറഞ്ഞു ഇങ്ങനെ സംഭവം. അപ്പോൾ അതിൽ ഞങ്ങളെ 1-2 വീഡിയോ അവർ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായി. ഒരു ബില്യൺ വന്നൊരു വീഡിയോ, അതുപോലെ തന്നെ ഒരു 800 മില്യൺ വന്നൊരു വീഡിയോ, പിന്നെ 1-2 വീഡിയോ അവർ സെർച്ച് ചെയ്യാൻ കൊണ്ട് പോയി. സത്യത്തിൽ അവർക്കും അതിൽ ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ കുഞ്ഞു പൊടിക്കൈ വെച്ചിട്ട് അതെങ്ങനെ വർക്കാക്കി എടുക്കാന്നില്ല കുഞ്ഞു ട്രിക്ക് പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാസ്സൊക്കെ അവർ എടുത്തു തന്നില്ല, ഇന്നതെല്ലാം ചെയ്യാന്ന്. എനിക്കധികം ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അത് മിസ്സായി പോയി. നമ്മളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇംഗ്ലീഷ് അറിയുന്ന ആൾ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇന്നതെല്ലാന്ന് തിരിയുവാനും. എനിക്കങ്ങനെ വലിയ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് എന്നാലും ഞാൻ കുറച്ചെല്ലാം മനസ്സിലായിനി. ചിലവരെല്ലാം യൂട്യൂബിനെ പറ്റിയിട്ട് ഇങ്ങനെ ചില സാധനങ്ങൾ ഇടാനെല്ലാം പറയുന്ന കേൾക്കലുണ്ട്, ഇന്ന ഹാഷ്ടാഗ് അങ്ങനത്തെ എല്ലാം. പക്ഷേ അതിലൊന്നും അങ്ങനെ വലുതായിട്ട് ഉണ്ട് എന്നില്ല ഇല്ലാന്നാണ് എനിക്കൊരു തോന്നല്. എല്ലാം അങ്ങനെ ഭയങ്കര എളിമയാണല്ലോ. അല്ല എളിമയല്ല, ഞാനിപ്പോൾ ഇവിടുന്ന് വരുന്ന പറയാം. നിങ്ങൾ ചോദിക്കുന്നത് ഒന്നാമത് എനിക്ക് നിങ്ങളെ ഇതിലെ കണ്ടേ ഉള്ളൂ. നിങ്ങളിപ്പം ചിലപ്പോൾ നമ്മളെ ചാനലിൽ ഇങ്ങനെ വെച്ച് വിചാരിക്കുന്നുണ്ടോ, അതേപോലെ ഞാൻ നിങ്ങളെയും വിചാരിക്കുന്നത്. നിങ്ങളിങ്ങനെ കുറേ വലിയ എല്ലാവരെല്ലാം നിന്നിട്ട് ഇന്റർവ്യൂവിൽ എടുത്തിട്ട് എൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കും അതിൻ്റെ ഒരു ഇതുണ്ട്. അതായത് എനിക്ക് ഈ സിനിമ ഇവരെല്ലാം കാണുമ്പോൾ ഒരു ചമ്മൽ പോലെ എല്ലാം ഞാൻ മസിൽ പിടിച്ചിട്ട് എങ്കിലോ വന്ന് നിൽക്കുന്നതാണ്. കഥകളൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഈ മനുഷ്യന് എന്തുകൊണ്ട് ഇത്ര ഇഷ്ടം? പെട്ടുപോയി പറഞ്ഞേ പറ്റൂ, അക്കം ഇട്ട് പറയണം. 1, 2, 3, 4, 5. എനിക്ക് കേൾക്കാൻ കൊതിയുണ്ട്. എന്താണ്? എനിക്കും സത്യം. ലോകം കാത്തിരിക്കുന്നു നിങ്ങളുടെ ഉത്തരം കേൾക്കാൻ വേണ്ടിട്ട്. ഇഷ്ടാണ്, അത്രേ ഉള്ളൂ. പറ്റൂല, ഇത് പറ്റൂല, ഇത് അനുവദിക്കില്ല. അല്ല പറയണം, ഇല്ലെങ്കിൽ കൊച്ചാക്കം പോലെ. ഞങ്ങളുടെ ബ്രോയെ കൊച്ചാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താണ് ആദ്യം അങ്ങനെ കൊച്ചാക്കിയാ? കൊച്ചാക്കി ഒന്നും പറഞ്ഞില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒറ്റ വാക്കി പറയാം, അത് പറ്റില്ല. താടി ഇഷ്ടമാണ്, മൂക്ക് ഇഷ്ടമാണെന്നൊന്നും പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. താടി ഉണ്ടായില്ലേ? താടിയൊക്കെ ഇഷ്ടപ്പെട്ടോ, പക്ഷെ അതിന് അപ്പുറത്തേക്ക് എന്തോ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും സ്നേഹം. അങ്ങനെ ചോദിച്ചാൽ എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണെന്ന് വെച്ചാൽ സ്ലാങ് ഇഷ്ടമാണ്, അതൊക്കെ. പക്ഷെ കണ്ണൂരിൻ്റെ ഒരു നിഷ്കളങ്കതയുണ്ട്, അതിഷ്ടമാണ്, അതൊക്കെ. അതൊരു കാരണം വേണമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് പറയാം. ഈ മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയതാ കണ്ണൂരുകാരുടെ ഒരു ഭയങ്കര ഒരു ഇന്നസെൻസ് ഉണ്ട്, അത് ബ്രോയ്ക്കുണ്ട്. അതിനപ്പുറത്തേക്ക് കോമഡി ആയിരുന്നു.